السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. أوصيكم بتقوى الله. വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. ഒരു ബലിപെരുന്നാൾ ദിനത്തിന് കൂടി നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. ബലിപെരുന്നാളിൻ്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ നമുക്ക് മറക്കാത്ത ഒരു ചരിത്രം നമ്മുടെ പിന്നിലുണ്ട്. മില്ലത അബീക്കും ഇബ്രാഹിം. 4000 വർഷം മുമ്പ് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. അത് പറയാതെ, അത് ഓർക്കാതെ ബലിപെരുന്നാൾ ഖുതുബ ഒരിക്കലും നീതി പുലർത്തുന്നതല്ല. എന്താണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം? നമുക്കറിയാം, ഇബ്രാഹിം നബി ബിംബാരാധനായ ബിംബങ്ങൾ നിർമ്മിക്കുന്ന ഒരു പിതാവിന്റെ പുത്രനായി. ഇബ്രാഹിമിന്റെ സമൂഹം അത്രത്തോളം അധപതിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇബ്രാഹിം വരുന്നത് തന്നെ നൂഹിന്റെ സമുദായത്തിൽ നിന്നാണ്. പക്ഷേ പ്രവാചകന്മാർ കൂടുതൽ കാലം കഴിഞ്ഞു വരുമ്പോൾ സമൂഹം അധപതിച്ചു. അതായത് ഏകദൈവ വിശ്വാസത്തിൽ നിന്നും ബഹുദൈവത്തിൽ നിന്നും അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ബിംബാരാധനയിലേക്കും സമൂഹം ഇങ്ങനെ എത്തി. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഇബ്രാഹിം നബി വളർന്നത്. അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം ധാരാളം ബിംബങ്ങളെ അവർ ആരാധിച്ചു. തന്റെ ചിന്തകൾ ഇതിനൊട്ടും അംഗീകരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം അവിടെ നൽകുന്ന ഒരു ഉത്സവ പരിപാടിക്ക് എല്ലാവരും പോയ സമയത്ത് ഇബ്രാഹിം നബി നക്ഷത്രം നോക്കി പറഞ്ഞു, എനിക്കിന്ന് സുഖമില്ല. അങ്ങനെ അവിടെയുള്ള ബിംബങ്ങളെയൊക്കെ അടുത്തു ചെന്നുകൊണ്ട് എല്ലാ ബിംബങ്ങളെയും അദ്ദേഹം വെട്ടി ഒന്നിനെ മാത്രം അവശേഷിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ നാട്ടുകാർ തിരിച്ചു വന്നപ്പോൾ, ആരാണ് ഞങ്ങളുടെ ദൈവത്തെ എല്ലാം വെട്ടിയത്? അവർ പറഞ്ഞു, ഒരു ഇബ്രാഹിം എന്നൊരാളുണ്ട്, അദ്ദേഹം
ഇത്തരം ഏകദൈവാരാധനയെ പറ്റിയുള്ള പ്രശംസിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം നല്ല മറുപടിയാണ്. ബിംബാരാധനയിൽ ഒരു ബിംബം അവിടെ ഉണ്ടല്ലോ, അയാൾ അദ്ദേഹത്തോട് ചോദിക്കും, ആരാണ് ഇങ്ങനെ വെട്ടിയത്? ഒരു കഴിവുമില്ലാത്ത ബിംബത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം എന്ന് ചോദിച്ചപ്പോൾ ആ സമൂഹം ആ ചിന്തകൾക്കൊന്നും വകവെക്കാതെ ഇബ്രാഹിമിനെ ചുട്ടരിക്കുക എന്ന തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ കൃപ കൊണ്ട് തീയെ തണുപ്പിക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിമിനെ ഓ തീയെ, നിനക്ക് കഠിനമായ ചൂടാണ് പ്രകൃതിയിൽ തന്നിരിക്കുന്നത്, പക്ഷേ ഇബ്രാഹിമിന് നീ തണുപ്പ് നൽകണേന്ന് അതിന്റെ രക്ഷിതാവ് അതിനോട് ആവശ്യപ്പെട്ടപ്പോൾ ആ തീയിൽ നിന്നും ഇബ്രാഹിം രക്ഷപ്പെട്ടു. അങ്ങനെ ഇബ്രാഹിം ആ സ്വന്തം പിതാവിനോടും സ്വന്തം നാട്ടുകാരോടും യാത്ര ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്തു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള യാത്ര. ആ യാത്രയാണ് സൂറത്ത് സഫാത്തിൽ അതിന്റെ വിശദീകരിച്ച് പറയുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال إني ذاهب إلى ربي سيهدين رب هب لي من الصالحين അള്ളാഹു എന്നെ വഴികാട്ടുമെന്ന് നിലയിൽ ഞാനിതാ ഈ നാട്ടിനോട് വിട പറഞ്ഞു പോവുകയാണ്. അവന് സന്തോഷവാർത്തയായി ഒരു കുട്ടിയെ കൊടുത്തു. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. അങ്ങനെ വാർദ്ധക്യകാലത്ത് ഇബ്രാഹിമിന് ലഭിച്ച കുട്ടി, ആ കുട്ടി അതിന്റെ ആ പ്രായം നടക്കാനും അല്പമൊക്കെ ജോലി ചെയ്യാനുമുള്ള ആ പ്രായമായപ്പോൾ അതാ ഇബ്രാഹിമിന് ഒരു സ്വപ്നം കാണും. എന്താണ് സ്വപ്നം? ആ കുട്ടിയോട് തന്നെ പറയുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നി അറാ ബിൽ മനാബി അന്നി അദ്ബഹു ഫൻദുർ മാദാ തറാ. ഈ ഉറക്കത്തിൽ ഞാനിതാ നിന്നെ അറുക്കണമെന്ന് സ്വപ്നം കണ്ടിരിക്കുന്നു. എന്താണ് നിന്റെ പൊന്നുമോനെ നിന്റെ അഭിപ്രായം? ആ പൊന്നുമകൻ പറഞ്ഞ വാക്ക് ഇതാണ്, ബാപ്പാ, അള്ളാഹു നിങ്ങളോട് എന്ത് കൽപ്പിച്ചു അത് നിങ്ങൾ ചെയ്യൂ. സതജിദുനീ ഇൻശാഅല്ലാഹു മിനസ് സാബിരീൻ. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ക്ഷമാശാലിയുടെ കൂട്ടത്തിൽ ഞാൻ പെടും. അങ്ങനെ മകനെ കിടത്തി കത്തിവെച്ചു. അപ്പോഴാണ് അങ്ങ് ശരീരി വരുന്നത്, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു. മുഹ്സിനീങ്ങൾക്കുള്ള പ്രതിഫലമാണ്. അതുകൊണ്ട് ഇതിന് പകരമായി ഒരു
മൃഗത്തെ അറുക്കാൻ വേണ്ടി അദ്ദേഹത്തോട് കൽപ്പിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നാം ഇന്നും 4000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇന്നും ആ സംഭവത്തെ ഓർത്തുകൊണ്ട് നാം ബലിയെടുക്കുന്നത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ഇബ്രാഹിം നബിയെ പറ്റി ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങൾ പിൻപറ്റുന്നത് മില്ലത്ത അബീ, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാതൃകയാണ്. വത്തഹദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ ഞാൻ എന്റെ സ്നേഹിതനായി തിരഞ്ഞെടുത്തു. വമൻ യറബു അൻ മില്ലത്ത ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു, ആരാണ് ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റാത്തത്? വിഡ്ഢിയല്ലാതെ ആരാണ് ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റാത്തത്? ഇത് ഖാല റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു, അസ്ലിം, കീഴടങ്ങൂ. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഇതാ ഞാൻ ലോകരക്ഷിതാവിന് കീഴടങ്ങിയിരിക്കുന്നു. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, ഇബ്രാഹിം നബി ഒരു സമുദായമായിരുന്നു. അത്രയും ജീവിച്ചിരിക്കുന്ന ഒരു സമുദായം, ഒരു സമുദായത്തെ പോലെയാണ് അദ്ദേഹത്തെ ഖുർആൻ കണ്ടത്. നമുക്കറിയാം, നമ്മുടെ നാടുകളിലും തൗഹീദിന് വിരുദ്ധമായി നമ്മുടെ സമൂഹത്തിൽ പല അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, സൗദി അറേബ്യയിൽ ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹം സൗദി അറേബ്യയിൽ പ്രവർത്തന ഘട്ടത്തിൽ 1800 കാലഘട്ടത്തിൽ സൗദിയുടെ ചരിത്രത്തിൽ എന്തായിരുന്നു സ്ഥിതി? അവിടെ മക്ബറകളും ജാറങ്ങളും അതുപോലുള്ള എല്ലാ അനാചാരങ്ങളുമുള്ള ഒരു സമൂഹമാണ് പ്രവാചകന്റെ നാട്ടിലുണ്ടായിരുന്നത്. നമുക്കറിയാം, പ്രവാചക ചരിത്രത്തിൽ പ്രവാചകന്റെ കൂടെയുള്ള സഹാബിമാരിൽ പോലും ഒരു യുദ്ധഘട്ടത്തിൽ പ്രവാചകനോട് ചോദിച്ചു, ഞങ്ങളുടെ വാളുകൾ ഈ മരത്തിൽ, ദാത്ത് അൻവാത്ത് എന്ന മരത്തിൽ തൂക്കിയിട്ട് യുദ്ധത്തിന് പോയിക്കോട്ടെ, മരത്തിൽ നിന്നൊരു ബർക്കത്തെടുക്കാൻ വേണ്ടി. പ്രവാചകൻ പറഞ്ഞു, അത് ശിർക്കാണ്, അതിലേക്ക് പോകണ്ട, അത് ശിർക്കിന്റെ ലാഞ്ചനയാണ്, അതിലേക്ക് നമ്മുടെ വിശ്വാസികൾ അടുക്കരുത്. അങ്ങനെ അതിനെ മുറിച്ചു കളഞ്ഞപ്പോഴും വീണ്ടും നബിയുടെ കാലശേഷം അവിടെയുള്ള ആളുകൾക്ക് വീണ്ടും ആ മരത്തിന്റെ വേരിനോടൊരു താല്പര്യം, ബർക്കത്തെടുക്കാനോ. അപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ മരത്തെ വേരോടെ മുറിച്ചു കളയും, വേരോടെ എടുത്തു കളയും. അതെ, സമൂഹത്തിൽ ഇത്തരം ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ മുന്നേറുമ്പോൾ നാം ഇബ്രാഹിമുകളാകണം. ഇബ്രാഹിം ഒരാളാണെങ്കിൽ ഇന്ന് നമ്മൾ വ്യത്യസ്ത ആളുകൾ നമുക്കുണ്ട്. ആ ഇബ്രാഹിമിന്റെ ത്യാഗ മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിർക്കൻ ആചാരങ്ങളെയും അള്ളാഹു അല്ലാത്തവരോടുള്ള ബർക്കത്തെടുക്കലും അതുപോലെ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതും മക്ബറകളിൽ പോയി തന്റെ കഷ്ടങ്ങൾ പറയുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ കടിയങ്ങാടുള്ള പ്രദേശത്ത് നമുക്കറിയാം, ഇവിടെ വരുന്ന ആളുകൾ ഇവിടുന്ന് പല ദിക്കുകളിലായി വരുന്നു. അവരോടുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് യഥാർത്ഥ തൗഹീദിന്റെ അറിവുകൾ പകർന്നു കൊടുക്കാൻ നാം ഇബ്രാഹിമുകളാകണം. ആ ഇബ്രാഹിമുകളാകുമ്പോൾ അല്പമൊക്കെ നമുക്ക് വേദനകൾ അനുവദിക്കേണ്ടി വരും. കാരണം അവനതാ പുതിയൊരു തന്ത്രവുമായി പറഞ്ഞു, ഇതുവരെ ഞങ്ങൾ മക്ബറയിൽ പോയി ഞങ്ങളെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു, ഇപ്പൊ ഇവരെ അദ്ദേഹം ഇതാ പറയുന്നു, മക്ബറയിൽ പോകണ്ട, അള്ളാഹുവിനോട് മാത്രം ചോദിക്കും. ദേഷ്യപ്പെട്ടേക്കാം, കല്ലെറിഞ്ഞേക്കാം. അപ്പോഴാണ് നാം ഇബ്രാഹിം ആകേണ്ടത്. ഇബ്രാഹിമിന്റെ ത്യാഗ മനസ്ഥിതി അത് ഓർമ്മിക്കേണ്ടത് ഈ സമയത്താണ്. അല്ലാതെ എന്നും ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക എന്നത് ഒരിക്കലും നാം ഇബ്രാഹിമിന്റെ മാതൃക ഉൾക്കൊള്ളുന്നവരാവുകയില്ല.
ബലിയെറുക്കുമ്പോഴും നമുക്കറിയണം, ബലിയുടെ രക്തവും മാംസവും അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തുകയില്ല, മറിച്ചത് നിങ്ങളുടെ തഖ്വയാണ് എത്തുന്നത്. ആ ബലി അറുക്കുന്നതോടുകൂടി നിങ്ങൾ അറുക്കുന്നത് തിന്മയുടെ വേരുകളാണ്. ഞാൻ അറുക്കുന്നത് തിന്മയുടെ വേരുകളാണ്. എന്റെ ഹൃദയത്തോടുള്ള ജിഹാദാണ്. അതുപോലെ തന്നെ എന്റെ മനസ്സിലുള്ള തിന്മകളെ മുറിച്ചു മാറ്റുക എന്ന ചിന്തയാണ് ബലിയെറുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ ഇബ്രാഹിമിന്റെ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം ഒരു സമൂഹമായതുപോലെ, ഒരു ഉമ്മത്തായതുപോലെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസനായതുപോലെ നാമും ഇബ്രാഹിമുകളായി ആകാൻ വേണ്ടി ശ്രമിക്കുക. ഇബ്രാഹിമിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മക്കളോട് പറയാൻ എനിക്ക് ഇസ്മായിലിനെ പറ്റിയുണ്ട്. മകനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇസ്മായിലിന്റെ മറുപടി എന്തായിരുന്നു? ഓടിയതാണോ? എന്നെ അറുക്കണ്ട വാപ്പ എന്ന് പറഞ്ഞ് ഓടിയതല്ല. എന്താ പറഞ്ഞത്? ബാപ്പ, അല്ലാഹു എന്താണ് നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ അതനുസരിക്കൂ. അല്ലാഹു ഉദ്ദേശിച്ചാൽ ക്ഷമാശാലിയുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തിയേക്കാം. ഇന്നത്തെ മക്കൾ ക്ഷമ ഉൾക്കൊള്ളുന്നതായിരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ, നമസ്കരിക്കാനും, അതുപോലെ സത്യം പറയാനും, അതുപോലെ ജീവിതം നന്നാക്കാനും വേണ്ടിയുള്ള ശ്രമിക്കുന്നവരായിരിക്കണം നമ്മുടെ മക്കൾ. ഇബ്രാഹിമിന്റെ കഥയെ പറയുമ്പോൾ നമ്മുടെ വിശ്വാസിനികളോട് എനിക്ക് ഹാജറയെ പറ്റി സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ആരായിരുന്നു ഹാജറ? തന്റെ ഇബ്രാഹിമിന്റെ പ്രിയപത്നി. തന്റെ മകൻ ഇസ്മായിലിനെയും കൂട്ടി മക്കയുടെ മരുഭൂമിയിൽ വെള്ളമില്ലാത്ത ആ മരുഭൂമിയിൽ കൊണ്ടുചെന്നു ഹാജറയെ ആക്കി. ഹാജറ ചോദിക്കുന്നു, അല്ലയോ ഇബ്രാഹിം, ആരാണ് ഈ മരുഭൂമിയിൽ എന്നെ ആക്കി വിടാൻ നിങ്ങളോട് കൽപ്പിച്ചത്? ഇബ്രാഹിം ഒന്നാമത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനും മൂന്നാമത്തെ ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല. അവസാനം പറഞ്ഞു, അതെ, അല്ലാഹുവാണ്. അപ്പോൾ ഹാജറ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അല്ലാഹുവാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ അല്ലാഹു അതിന് എനിക്ക് വഴി കാണിച്ചു തരുമെന്ന ക്ഷമയാണ് ഹാജറ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശ്വാസിനികളോട് പറയാനുള്ളത്, ഏത് പരീക്ഷണ ഘട്ടത്തിലും ക്ഷമ അവലംബിക്കുന്നവരായിരിക്കണം വിശ്വാസി. ഹാജറയായിരിക്കണം നിങ്ങളുടെ മാതൃക. അതെ, ഈ ത്യാഗത്തിന്റെ പെരുന്നാൾ സുദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാനുള്ളത് ഈ ഫെസ്റ്റിവൽ ഓഫ് സാക്രിഫൈസ് എന്നാണ് ഈദുൽ അദ്ഹയെ കുറിച്ച് പറയുന്നത്. ത്യാഗത്തിന്റെ പെരുന്നാളാണ്. ഈ ആഘോഷങ്ങൾ അള്ളാഹുവിനെ മറന്നുകൊണ്ടാകാതെ എല്ലാവരും ഇതുപോലുള്ള ഉളുഹിയ്യത്ത് കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും ഒറ്റപ്പെട്ടുപോയ അതുപോലെ തന്നെ രോഗികളായവരെ സന്ദർശിച്ചും സൗഹൃദങ്ങൾ പുതുക്കിയും ഈ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് എന്നോടെന്നതുപോലെ നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, ഇന്ന് പെരുന്നാൾ ദിനത്തിൽ പോലും പട്ടിണിയായി പലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിക്കുകയാണ്. അത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അല്ലാഹുവേ, ആ പലസ്തീനിലെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പരീക്ഷിക്കരുതേ, അല്ലാഹുവേ അവർക്ക് സൗഖ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അല്ലാഹുവേ, നമുക്ക് ഓരോരുത്തരും നമ്മുടെ കർമ്മങ്ങൾ ഇബ്രാഹിമുകളാകാൻ നമ്മൾ അല്ലാഹുവേ നീ സഹായിക്കണേ. ഇബ്രാഹിമിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. الحمد لله يا أرحم الراحمين.